Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ ആക്സസ് 125 BS6ൻ്റെയും അതേപോലെ തന്നെ ആക്സസ് 125 BS6 ബ്ലൂടൂത്ത് മോഡും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. ഫസ്റ്റ് ഇംപ്രഷൻ കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം. അപ്പം ഡീറ്റെയിൽഡ് റിവ്യൂവും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരാൾ വണ്ടി വാങ്ങുമ്പോൾ ഫസ്റ്റായിട്ട് തോന്നുന്ന കാര്യങ്ങൾ, ഫസ്റ്റ് വ്യൂവിൽ തോന്നുന്ന കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോളോസ് ഗാലറി എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം, അതേപോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കാര്യങ്ങളെല്ലാം ബൂസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഫോട്ടോക്ക് ലൈക്കും കാര്യങ്ങളെല്ലാം കുറവാണ്, കുറച്ച് ബൂസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഫോളോസ് ഗാലറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കോയിനും കാര്യങ്ങളും വെച്ചിട്ടാണ് പർച്ചേസ് ചെയ്യേണ്ടത്. ഞാൻ ടെസ്റ്റും കാര്യങ്ങളും കുറേ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ലൈക്കും കാര്യങ്ങളും ബൂസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ എക്സാമ്പിളും കാര്യങ്ങളും ഇവിടെയായിട്ട് കാണിക്കാം. നല്ല ജെന്യുവൻ ആപ്ലിക്കേഷനാണ്. ചെറിയ കോയിന് കിട്ടുന്നുണ്ട്. മറ്റുള്ളവരെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസും കാര്യങ്ങളും ലൈക്ക് ചെയ്യുന്നതിലൂടെ കോയിനും കാര്യങ്ങളും കിട്ടും. ഷെയർ ചെയ്താൽ മതി കോയിൻ കിട്ടാൻ. അതേപോലെ പെയ്ഡ് ചെയ്തിട്ട് കോയിൻ വാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല രീതിയിൽ റീച്ചും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇൻസ്റ്റയ്ക്ക് കിട്ടുന്നതാണ്. 1-2 ദിവസത്തിനുള്ളിൽ അവർ എന്തെങ്കിലും ടാസ്ക് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ മനസ്സിന് സമാധാനം വേണം ബ്രോ. ചെയ്യുന്ന കാര്യത്തിനോട് ആത്മാർത്ഥത, ഉള്ളിൽ നന്മ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇതുള്ളൂ. ഏത് വൈബേ ചില്ലാണേ ചില്ലുമൈഡാണേ വൈബാണേ സെറ്റ് വൈബാണേ ചില്ലാണേ ചില്ലുമൈഡാണേ വൈബാണേ സെറ്റ് വൈബാണേ അസേ ചില്ല. രണ്ട് വണ്ടി തമ്മിലുള്ള വ്യൂ വരുന്ന ഇതാണ്. ഇത് ആക്സസ് 125 സ്പെഷ്യൽ എഡിഷൻ മോഡലാണ്. അതേപോലെ തന്നെ ഇത് ബ്ലൂടൂത്ത് എഡിഷൻ മോഡലാണ്. രണ്ടും തമ്മിൽ പ്രൈസ് കമ്പാരിസൺ വരുന്നത് വെച്ചാൽ ഒന്നിന് 94,000 ഒന്നിന് 1,00,000 അബോവ്, 1,04,000 സംതിങ് ആണ്. അപ്പോൾ രണ്ടും തമ്മിൽ നല്ല രീതിയിൽ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല. മീറ്ററിൽ മാത്രമേ അത്യാവശ്യം ചേഞ്ചും കാര്യങ്ങളും വന്നിട്ടുള്ളൂ. വേറെ ഒന്നിലും എന്തോ എടുത്ത് പറയത്തക്ക വ്യത്യാസവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ പ്രൈസ് കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ 1,00,000 വേർത്താണോ ചോദിച്ചാൽ വണ്ടിക്ക് നല്ല ഡിമാൻഡും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് 1,04,000 കൊടുത്തിട്ട് എടുക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ബ്ലൂടൂത്തും കാര്യങ്ങളും വരുന്നത് വെച്ചാൽ നിങ്ങൾ ഇപ്പം പഴയ മോഡൽ ആക്സസ് 125 നോക്കിയാൽ അനലോഗ് പ്ലസ് ഡിജിറ്റലാണ് വരുന്നത്. ഡിജിറ്റലിൽ പെട്രോൾ ഇൻഡിക്കേഷനും അതേപോലെ തന്നെ ട്രിപ്പ് 1, ട്രിപ്പ് 2, ടൈം, ഈ 3 കാര്യങ്ങളാണ് ഡിജിറ്റൽ വരുന്നുണ്ടായത്. പുതിയതിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഫുള്ളി ഡിജിറ്റലാണ് മീറ്റർ വന്നിട്ടുള്ളത്. പെട്രോൾ ഇൻഡിക്കേഷൻ, അതേപോലെ തന്നെ സ്പീഡോമീറ്റർ, അതേപോലെ തന്നെ ഹീറ്റിങ്ങിൻ്റെ ടൈം, അതേപോലെ തന്നെ ട്രിപ്പ് 1, ട്രിപ്പ് 2, 2 സ്വിച്ചാണ് വന്നിട്ടില്ല. ഒന്ന് മോഡ്, ഇത് ബ്ലൂടൂത്ത് പെയർ ചെയ്യാനും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ സെറ്റ് ചെയ്യാം, ട്രിപ്പ് 1, ട്രിപ്പ് 2 കിലോമീറ്റർ സെറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊരു 2 സ്വിച്ചാണ് ഇവിടെ മെയിനായിട്ട് വന്നിട്ടുള്ളത്. അതേപോലെ ഇൻഡിക്കേറ്ററിൻ്റെ സാധാ ലൈറ്റിൻ്റെ വാർണിംഗ് ലൈറ്റാണ് ഇല്ല ഇൻഡിക്കേറ്ററിൻ്റെ. മീറ്ററിൽ വരുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ബ്ലൂടൂത്തുമായിട്ട് മൊബൈൽ പെയർ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഈ വണ്ടി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്താൽ കിട്ടുന്ന ഫീച്ചർ എന്ന് വെച്ചാൽ വാട്സപ്പിൽ വരുന്ന മെസ്സേജും കാര്യങ്ങളിൽ അലേർട്ട്, അതേപോലെ തന്നെ അപ്പം ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ അല്ലെങ്കിൽ പെയർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫീച്ചറിൽ മെയിനായിട്ടുള്ളതാണ് കോൾ ഫീച്ചർ. അതായത് കോൾ, നിങ്ങളുടെ ഫോണിലേക്ക് ഒരു കോളും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ ആ ഒരു നെയിം ഇതിലേക്ക് എഴുതി കാണിക്കും, ലെറ്ററിൽ എഴുതി കാണിക്കും. നമ്പേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ സേവ് ചെയ്യാത്ത നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അതേപോലെ തന്നെ മെസ്സേജ് വരുമ്പം അതേപോലെ നിങ്ങൾക്ക് മെസ്സേജ് ആരാണ് അയച്ചത് അതിനുള്ളൊരു ഇൻഡിക്കേഷൻ ഇത് ഇവിടെ കാണിക്കും. നാവിഗേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. നാവിഗേഷനിൽ വരുമ്പോൾ മാപ്പ് മൊത്തമായിട്ട് ഇതിൽ കാണിക്കുകയും ചെയ്യില്ല. കുറേ പേർക്ക് തെറ്റിദ്ധാരണയുണ്ട്. ജസ്റ്റ് ഇൻഡിക്കേറ്റർ, അതായത് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് ഏറോ മാർക്കിൽ ഇതിൽ ഡിസ്പ്ലേ ചെയ്യും. അത്ര കാര്യങ്ങളാണ് ബ്ലൂടൂത്തിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് വാർണിംഗ്, സ്പീഡ് വാർണിംഗ് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വണ്ടി റൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണ് കോൾ അറ്റൻഡ് ചെയ്യണ്ടേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഓട്ടോ കട്ട് അടിക്കുക, മെസ്സേജ് ആക്കുന്ന രീതിയിൽ അങ്ങനെയും സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ്. പിന്നെ മൊബൈലിൽ നോക്കുകയാണെങ്കിൽ മൊബൈലിലും നമുക്ക് അതേപോലെ തന്നെ സ്പീഡും കാണും. അതേപോലെ തന്നെ നമ്മളെ വണ്ടിയിലെ ഫ്യൂലും കാര്യങ്ങൾ എത്രയായി, ഹീറ്റ് എത്രയായി, വണ്ടി എത്ര കിലോമീറ്റർ ഓടി തുടങ്ങിയ വണ്ടിയുടെ കറണ്ട് ലൊക്കേഷൻ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം. ലൊക്കേഷൻ എന്ന് വെച്ചാൽ കാര്യമൊന്നുമില്ല, കാരണം വണ്ടി അടുത്തുണ്ടാകുമ്പോൾ മാത്രമേ ബ്ലൂടൂത്തായിട്ട് പെയർ ചെയ്യാൻ പറ്റും. വണ്ടി മറ്റു ചായലൊന്നുമല്ല പെയർ ചെയ്യുന്നത്, ജസ്റ്റ് ബ്ലൂടൂത്ത്. അതായത് ഒരു 5 മീറ്റർ
ഡിസ്റ്റൻസിൽ മാത്രമേ വണ്ടി പെയർ ചെയ്യാൻ പറ്റും. നമ്മൾ വണ്ടിയിലിരിക്കുമ്പോൾ മാത്രമേ വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റൂ. വേറെ പ്രത്യേകിച്ച് ബ്ലൂടൂത്തിൽ ഒന്നും വരുന്നില്ല. പിന്നെ ബാക്കി നോക്കുവാണെങ്കിൽ ഇഗ്നീഷനും കാര്യങ്ങളും പ്രധാനമായിട്ട് വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പഴയ പോലെ തന്നെയാണ് ഇഗ്നീഷൻ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ബാക്കി എല്ലാവിധ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം പഴയ പോലെ തന്നെ വന്നിട്ടുള്ളത്. അറൗണ്ട് 1,04,000 ആണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ ബ്ലൂടൂത്ത് എഡിഷനിൽ വരുന്നത് വെച്ചാൽ 2 കളർ എക്സ്ട്രാ വന്നിട്ടുണ്ട്. മാറ്റ് ബ്ലാക്ക് അതേപോലെ തന്നെ ബ്രോസ് അങ്ങനത്തെ എന്തോ പറഞ്ഞൊരു കളറും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ നോർമലി ഇല്ലാണൊക്കെ സ്പെഷ്യൽ എഡിഷനിൽ ഉണ്ടാകണൊക്കെ മാറ്റ് ബ്ലാക്ക്, റെഡ്, മാറ്റ് റെഡ് കാര്യങ്ങൾ. പിന്നെ ഇത് മെറ്റാലിക് ബ്ലാക്കാണ്. അതേപോലെ തന്നെ ഗ്ലോസി ബ്ലാക്കും വരുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ വണ്ടിയുടെ ഇത് വരുന്നത് വെച്ചാൽ നമുക്കിപ്പം അലോയ് വീലുണ്ട്, അതേപോലെ തന്നെ ഡ്രം വീലുണ്ട്, ഡിസ്ക് ഉണ്ട്, നോൺ ഡിസ്ക് ഉണ്ട്. എല്ലാത്തിനും ഒരു 2,000 ആ ഒരു റേഞ്ചിൽ ഡിഫറൻസ് വരും എമൗണ്ടിൽ. ഇപ്പം നമ്മൾ ഡിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 1,500-2,000 ഡിഫറൻസ് വരും, അധികം വരും. അതേപോലെ തന്നെ അലോയും കാര്യങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും 2,000 ആ ഒരു റേഞ്ചിൽ ഡിഫറൻസ് എന്തായാലും വരും. പഴയ മോഡലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു 6,000-5,000 ഡിഫറൻസ് വണ്ടിയിൽ എന്തായാലും ഉണ്ടാകും. പിന്നെ 2 വണ്ടിയിലും മെയിനായിട്ട് ഓടിക്കുമ്പോൾ വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല. സസ്പെൻഷൻ കാര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. കാരണം കുറച്ച് ഓടിച്ചിട്ടാകുമ്പം അത് നോർമലി പഴയ പോലെ തന്നെ ആകുമെന്ന് തോന്നുന്നുണ്ട്. പുതിയ വണ്ടി എടുത്തുകൊണ്ട് കുറച്ച് സ്മൂത്ത്നെസ്സും കാര്യങ്ങളിലും കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ രണ്ടിൻ്റെയും എന്താ പറയുക, മെയിനായിട്ട് ബ്ലൂടൂത്ത് എഡിഷൻ വരുമ്പം എല്ലാവരും പ്രതീക്ഷ ഇഗ്നീഷനിൽ തന്നെ പെട്രോൾ ടാങ്ക് തുറക്കാൻ ഇല്ലൊരു ഓപ്ഷൻ വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മാറ്റവും ഇല്ല. കീ ഊരിയിട്ട് തന്നെ പുറത്തുനിന്ന് തന്നെ പെട്രോളിൻ്റെ ക്യാൻ തുറക്കേണ്ടി വരും. അതേപോലെ തന്നെ 5 ലിറ്റർ കപ്പാസിറ്റിയാണ് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് പെട്രോളിന്. പിന്നെ നോർമൽ ഇല്ല കണക്ക് തന്നെ ഒരു ബ്ലൂടൂത്ത് ചാർജിങ് വരുന്നുണ്ട്. ബ്ലൂടൂത്ത് അല്ല, USB ചാർജർ പോർട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ സാധാ പോലെ ഫോണ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഹോളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളെന്ന് പറയാൻ വേണ്ടിയിട്ട്. വണ്ടി ഓവറോൾ നല്ല രീതിയിൽ പെർഫോമൻസും കാര്യങ്ങളെല്ലാം. ഇതിൻ്റെ മൈലേജും കാര്യങ്ങളും അതിൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് റിവ്യൂ, ഇതിൻ്റെ ടോർക്കും കാര്യങ്ങളും, അതേപോലെ തന്നെ അലോയ് വീൽസിൻ്റെ സൈസും, അതേപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും എല്ലാത്തിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇത് ജസ്റ്റ് ഫോർ 2 കമ്പാരിസൺ ചെയ്യുന്നൊരു വീഡിയോ മാത്രമാണ്. പുതിയ ആക്സസ് 125 എടുക്കാൻ പോകുന്നവർക്ക് നല്ല രീതിയിൽ ഡൗട്ടും കാര്യങ്ങളും ഉണ്ട്. ഏത് വണ്ടി എടുക്കണം, ബ്ലൂടൂത്ത് എടുക്കണോ, നല്ല രീതിയിൽ പ്രൈസ് കമ്പാരിസൺ, രണ്ടും തമ്മിൽ 10,000 വ്യത്യാസമുണ്ട്. അപ്പോൾ ഏത് വണ്ടിയാണ് എടുക്കേണ്ടതെന്ന് എല്ലാവർക്കും ഡിഫറൻസ് ഉണ്ട്, ചിന്തയുണ്ട്. ഏത് വണ്ടി എടുക്കണം, പുതിയ മോഡൽ എടുക്കണം അല്ല പഴയ മോഡൽ എടുക്കണമെന്ന് ചിന്തയുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഐഫോൺ യൂസേഴ്സ് എല്ലാം ആണെന്നുണ്ടെങ്കിൽ പഴയ മോഡൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ഐഫോണിലും കാര്യങ്ങളിലൊന്നും ഈ വണ്ടിയുടെ ആക്സസ് 125 ബ്ലൂടൂത്ത് എഡിഷൻ്റെ ആപ്ലിക്കേഷൻ അവൈലബിൾ അല്ല, പ്ലേ സ്റ്റോറിൽ മാത്രമേ അവൈലബിൾ അല്ലൂ. അപ്പോൾ ഐഫോൺ യൂസേഴ്സ് എല്ലാം പഴയ മോഡൽ തന്നെ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ ഡിജിറ്റൽ മീറ്റർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്സസ് 125 BS6 മോഡൽ ബ്ലൂടൂത്ത് എഡിഷൻ തന്നെ എടുക്കാം. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളിൽ ക്യാരിങ്ങിലും അതേപോലെ തന്നെ സീറ്റ് ഹൈറ്റിലും ലെങ്ത്തിലും കാര്യങ്ങളിലും ഒന്നും എന്താ പറയുക, സീറ്റിൻ്റെ അടിയത്തെ കപ്പാസിറ്റിയിൽ ഒന്നിലും മാറ്റം വന്നിട്ടില്ല. ആകെ ഡിജിറ്റൽ മീറ്ററിലാണ് മെയിനായിട്ട് കാണുമ്പോൾ ഉള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മീറ്ററിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ വരുന്നത് വെച്ചാൽ ബാക്കിയെല്ലാം ഒരേപോലെ തന്നെയാണ്. സെൽഫും കാര്യങ്ങളും ഇവിടെ തന്നെയാണ് വരുന്നത്. പിന്നെ ഹോണിൻ്റെ ഒരു സ്വിച്ച്, ഡിമ്മും ബ്രൈറ്റിൻ്റെ ഒരു സ്വിച്ച്, ഇൻഡിക്കേറ്റർ സ്വിച്ചാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ പാർക്കിംഗ് ലൈറ്റിൽ ചെറിയൊരു വേരിയേഷൻ വന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു ടെയിൽ ലാമ്പ് കണക്ക് വന്നിട്ടായിട്ട് തോന്നുന്നുണ്ട്. വേറെ ഫ്രണ്ട് വ്യൂവിൽ വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല. ലൈറ്റും കാര്യങ്ങളുള്ള LED തന്നെയാണ് വരുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇത്ര മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഈ ഡാഷ്ബോർഡിന് ഈ കളറ് പുതിയൊരു കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പഴയ മോഡലിന് ഈ കളറ് വരുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു കളറും കൂടെ ഡാഷ്ബോർഡ് വന്നിട്ടുണ്ട്. കുറച്ച് എന്താ പറയുക, ഒരു ബ്രൗണിഷ് കളർ അങ്ങനെ വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ നല്ലൊരു ലൈറ്റ് തന്നെയാണ്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വൈഡായിട്ടുള്ളൊരു മിറർ കൊടുത്തിട്ടുണ്ട്. നല്ല വൈഡായിട്ടുള്ളൊരു മിറർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സ്പെഷ്യൽ എഡിഷനും അതേ ഒരു മിറർ തന്നെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്.
വേറെ നല്ല സീറ്റിൻ്റെ പുഷനും കാര്യങ്ങളെല്ലാം നല്ല സോഫ്റ്റാണ്, നല്ല എന്താ പറയുക കംഫോർട്ടോടെ ഇരിക്കാൻ പറ്റിയ സീറ്റാണ് രണ്ട് വണ്ടിക്കും ഉള്ളത്. നല്ല രീതിയിൽ കംഫോർട്ടും കാര്യങ്ങളും തരുന്നുണ്ട് റൈഡിങ് പൊസിഷനിൽ ഇരിക്കുമ്പം. മൈലേജും കാര്യങ്ങളും വരുന്നത് വെച്ചാൽ അറൗണ്ട് ഒരു 60 കിലോമീറ്റർ, എന്താ ഒരു 60-65 മൈലേജ് പ്രതീക്ഷിക്കാം. പുതിയ വണ്ടി ആയതുകൊണ്ട് മൈലേജും കാര്യങ്ങളെല്ലാം കുറവായിരിക്കും. ഒരു 1-2 സർവീസ് കഴിയുമ്പം നല്ല രീതിയിൽ മൈലേജും കാര്യങ്ങളും പ്രതീക്ഷിക്കാം. അതിൻ്റെ മൈലേജും കാര്യങ്ങളെല്ലാം ഒരു 2-3 സർവീസ് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ട് തന്നെ വിടും. രണ്ട് വണ്ടിയും വരുന്നത് FI മോഡൽ തന്നെയാണ്, ഫ്യൂൽ ഇഞ്ചക്ഷൻ മോഡലാണ്, കാർബറേറ്റർ ഇല്ലാത്ത മോഡൽ തന്നെയാണ് വരുന്നത്. സ്റ്റാർട്ടിങ് വരുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് കിക്കർ വരുന്നുണ്ട്, സെൽഫും അതേപോലെ തന്നെ രണ്ട് വണ്ടിയിലും കിക്കറിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ വണ്ടിയുടെ ഫസ്റ്റ് റിവ്യൂ എന്ന് പറയാൻ ഇത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരേക്ക് എങ്ങനെ എത്തിക്കുക. അപ്പോൾ തുടർന്ന് ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളും പറഞ്ഞാലോ എന്തെങ്കിലും അധികമായാലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താൻ അടുത്തിൽ തിരുത്തുന്നതായിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂസും കാര്യങ്ങളും അതേപോലെ തന്നെ മൈലേജ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നതായിരിക്കും. വണ്ടി കിട്ടിയിട്ടേ ഇല്ലു, ഓടിച്ച് നോക്കിയിട്ടേ ഇല്ലും. ജസ്റ്റ് 2-3 ദിവസം അതിനത്ര വണ്ടി കിട്ടിയിട്ട് ഇന്നലെ പിന്നെ അത് കിട്ടിയതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു വരുന്നതേ ഇല്ലും. എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളും നെഗറ്റീവും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അറിയിക്കുന്നതായിരിക്കും, ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല, നെഗറ്റീവായിട്ട് ഒന്നും തന്നെ പറയാനില്ല. ഫ്യൂവലിൻ്റെത് ബാക്കിൽ വന്നൊരു നെഗറ്റീവ് പോലെയാണ്, പക്ഷെ നെഗറ്റീവ് അല്ല. കാരണം എന്ന് വെച്ചാൽ അതും ഇഗ്നീഷനിൽ തന്നെ കൊടുക്കുമ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ചിലവർക്ക് അത് പെട്ടെന്ന് അതിൻ്റെ ഒരു മെത്തേഡ് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ ചാവിയും കൊണ്ട് അധികം കളിച്ചാൽ ഇഗ്നീഷനിൽ നല്ല രീതിയിൽ കംപ്ലൈൻ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അവർ തിരിച്ചെല്ലാം കൂടിയിട്ട് പെട്രോളും അതേപോലെ തന്നെ സീറ്റിൻ്റെതും ഹാൻഡ് ലോക്കും അതേപോലെ തന്നെ വണ്ടി ഓണും ഓഫും ഇതെല്ലാം കൂടി ഇഗ്നീഷനിൽ തന്നെ വരുമ്പം ഒരുപാട് സൈഡ് എഫക്ട് എന്താ പറയുക മിസ്റ്റേക്കും കാര്യങ്ങളും വരാൻ, കീക്ക് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും അവർ ചിലപ്പം പുറത്ത് തന്നെ കൊടുത്ത് താക്കോൽ ഊരിയിട്ട് ഇടേണ്ട ഒരു സംവിധാനം തന്നെ കൊടുത്തത്. ഒരു സീറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഫ്യൂവലിൻ്റെ ടാങ്ക് കൊണ്ടുവന്നത്, ഓപ്പൺ കൊണ്ടുവന്നതിൽ നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ്. കാരണം എന്ന് വെച്ചാൽ സീറ്റ് തുറന്ന് ഒഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല, പല അപകടത്തുന്നത് ഒഴിവാക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സും കാര്യങ്ങളും ലൈക്കും കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ബൂസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തികച്ച് യൂസർ നെയിം പാസ്വേഡും കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇമെയിൽ ID ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ് ഫോളോവേഴ്സ് ഗാലറി എന്ന് പറയുന്നത്. അത് നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഫ് സൈനിങ് ഔട്ട്. താങ്ക് യു.